നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയെപ്പറ്റി അധികം ആരും ഒന്നും കേട്ടിരിക്കാൻ വഴിയില്ല. ഹാർഡ് കോർ ആസിഫ് അലി ഫാൻസ് പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാൻ പ്രേക്ഷകനെ സഹായിക്കുന്ന ഒന്നാണ് ആ സിനിമയുടെ ട്രെയിലർ. ട്രെയിലർ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണോ സിനിമ കാണാൻ പ്രേക്ഷകന് അത്രത്തോളം താല്പര്യമുണ്ടാകും. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ പ്രേരിപ്പിക്കുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സും അടിപൊളി BGM ഒക്കെയുള്ള ഒരു പ്രത്യേക തരം ട്രെയിലറാണ് കൗബോയ് എന്ന സിനിമയുടേത്. ഞാനൊരു പാവമാണ് മാഡം. ഒരു ഉറുമ്പിനെ പോലും ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. എനിക്ക് ആരെയും കൊല്ലാനോ നോവിക്കാനോ കഴിയില്ല. An ordinary man. In an extraordinary situation. Cowboy. ഇതെന്തോന്ന്, ചരമക്കുറിപ്പിൻ്റെ ട്രെയിലറോ? അപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രമോദ് പാപ്പനിക് അപ്രോച്ചാണെന്ന്. പക്ഷേ അല്ല, ഇതൊരു P. ബാലചന്ദ്രനിക് അപ്രോച്ചാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് ബാലേന്ദ്രൻ എന്ന്? സാക്ഷി ബാലേന്ദ്രൻ. ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഈ പാതിരക്ക് ഏത് തണ്ടിയാ ഉറക്കളച്ച് ഇതൊക്കെ കാണാനിരിക്കുന്നത്? ഞാനാ സാക്ഷി. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവും. ദിലീപ് തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ദിലീപിന്റെ കയ്യിൽ തോക്കുണ്ട്. അങ്ങനെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടെ ഈ പരിശോധന നടന്നിരുന്നു. ഉണ്ട്, ദിലീപിന്റെ ഈ തോക്കുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏത് മീഡിയയുടെ മുമ്പിൽ തുറന്നു പറയാനും എനിക്ക് പേടിയില്ല. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ ഇത് വെക്കാനാ. ഒരിടയ്ക്ക് റിപ്പോർട്ടർ ചാനൽ സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു P. ബാലചന്ദ്രനെ. കാര്യം എന്നും ആവശ്യമുള്ളതാണല്ലോ. ഡാൻസർ പെരേര ഓട്ടംതുള്ളൽ റിവ്യൂ കൊണ്ട് വന്നപ്പോൾ ആറാട്ടെണ്ണൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞതുപോലെ MA നിഷാദും ബൈജു കൊട്ടാരക്കരയും സജീൻ അന്ത്യാട്ടുമെല്ലാം ചാനൽ ഫ്ലോറിൽ തന്നെ പെറ്റുകിടക്കാൻ തുടങ്ങിയപ്പോൾ പാവം ബാലേട്ടൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. അപ്പോൾ ദുൽഖറിൻ്റെ KGF കിങ് ഓഫ് കൊത്ത നമ്മൾ കണ്ടു, ദിലീപിൻ്റെ KGF ബാൻഡ്ര കണ്ടു. പക്ഷേ ആസിഫ് അലിയുടെ KGFനെ പറ്റി അധികം ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ആസിഫ് അലിയെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാമല്ലോ. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് 6ാം മാസത്തിൽ തോന്നുന്ന മൂഡ് സ്വിങ്സിൻ്റെ ഇരട്ടി മൂഡ് സ്വിങ്സ് ആസിഫ് അലിക്ക് എല്ലാ ദിവസവും തോന്നാറുണ്ട്. ആദ്യത്തെ കേസിൽ സ്ത്രീകൾക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം തോന്നുന്നത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ആസിഫ് അലി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെട്ട് തിളച്ചു മറിഞ്ഞ് അലറിക്കൂവി നടക്കുന്നത് എന്ത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ മച്ചാന് പറഞ്ഞാ മനസ്സിലാവൂല. ഈ ബ്രാൻഡി പാലും കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്നവന്റെ അവസ്ഥയില ഞാൻ. ജീവൻ നിലനിർത്താൻ ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം കൗബോയ് കാണാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജീവനിൽ കൊതിയില്ലാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് എ മലേഷ്യൻ ഒബിച്വറി ഡ്രാമ കൗബോയ്. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ മലേഷ്യയിൽ ഒരു പബ്ബ് നടത്തുകയാണ് ആസിഫ് അലി അവതരിപ്പിക്കുന്ന വിനയ് എന്ന കഥാപാത്രം. വിനയുടെ പെങ്ങടെ മകനാണ് ഈ കൊച്ച്. ഈ കൊച്ച് വാ തുറന്നാൽ ചൊറിഞ്ഞു കയറുന്ന ചോദ്യങ്ങളെ ചോദിക്കൂ. ഇത്രയും ബിസിയാണ് അങ്കിളിന് എന്താ ജോലി? ജോലി എന്ന് പറഞ്ഞ ബിസിനസ്. എന്ത് ബിസിനസ്സാ അങ്കിൾ? നീ ചീത്ത പേര് മാറ്റിക്കൂടെ? അങ്കിൾ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കേ. അങ്കിൾ എന്തിനും 10 എഴുന്നേക്കുന്നത്? അങ്കിളിനെ എന്താ ആർക്കും ഇഷ്ടമല്ലാത്തത്? അങ്കിളിനെ ആർക്കും ഇഷ്ടമല്ല. അപ്പച്ചന് ഇഷ്ടമല്ല, അമ്മാമ്മക്ക് ഇഷ്ടമല്ല, എന്റെ ഡാഡിക്ക് ഇഷ്ടമല്ല, എന്റെ മമ്മിക്കും ഇഷ്ടമല്ല. ഡാഡി പറയുന്നത് അങ്കിൾ ഒരു ഫ്രോഡാണെന്നോ? അങ്കിൾ ഫ്രോഡാണോ? ശരിയാണോ? അങ്കിൾ ഒരു ഫ്രോഡാണോ? അപ്പച്ചനും അമ്മാമ്മയ്ക്കും ഇഷ്ടമുള്ള ഒരു പണി അങ്കിളിന് ചെയ്തൂടെ? ഇതിപ്പം മോങ്ങാനിരുന്ന നായയുടെ വായിൽ മൈക്ക് കുത്തി കയറ്റിയെന്ന് പറഞ്ഞ പോലെ ആസിഫ് അലിക്ക് പണ്ട് തൊട്ടനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണല്ലോ. അതുകൊണ്ട് ആസിഫ് അലി കൊച്ചിനോട് പറയും, കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട, കുറച്ചു നേരം ഒന്ന് തൊള്ള അടച്ചിരുന്നാൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാമെന്ന്.
എന്റെ കൂടെ പാട് നീ സിൽസിലാഹേ 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 മുതമൂടെ പാട് നീ സിൽസിലാഹേ സിൽസിലാഹേ അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴാണ് സേവിയർ IPS വന്നത്. മലയാളിയല്ലേ? അതെ. സേവിയർ IPS എന്ന് വെച്ചാൽ ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പൊ ആദ്യം വിനയ് വിചാരിച്ചത് പുള്ളിയുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ഫാൻസ് ആരണ്ടോ വന്നേക്കുന്നതാണെന്ന്. പക്ഷേ സേവിയർ IPS വന്നിട്ട് പറയും, നാന പൃഥ്വിരാജ് അനൂപ് മേനോൻ എല്ലാവരും சேர்ந்து ഒരു മിഷനൊക്കെ പോറോം, അതിന് നീയും കൂടെ വരണമെന്ന് പറയും. പക്ഷേ വിനയ് സമ്മതിക്കത്തില്ല. ഉടനെ സേവിയർ IPS വിനയുടെ അനന്തരം ചക്കനെ നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന ലൈലയെ സൂക്ഷിക്കാതെ ഏൽപ്പിക്കും. ലൈല, സർ, அந்த குழந்தை எடுத்து வண்டியில ഓക്കേ സർ, കം ബേബി. എന്റെ അങ്കിൾ വരുന്നില്ലേ? ഹു ആർ യു? അങ്കിൾ ഉന്ന എന്റെ വണ്ടിയിൽ ഏറെ சொல்லியாச்சு. അവർ വന്നിടും. ഡോണ്ട് വരി, ഭയപ്പെട വേണ്ട. ഞാൻ ഉന്നോട് അങ്കിളുടെ ഫ്രണ്ട് താ. ആ പയ്യനാണെങ്കിൽ ഇത് തന്നെ കിട്ടിയ അവസരമൊന്നും പറഞ്ഞുകൊണ്ട് 1 crisp vegetable pizza, 1 chicken hot dog, 1 mushroom pizza with tomato, 1 Mexican green apple, 1 cheese tomato, 1 barbecue chicken with red pepper, 1 garlic bread sheet, 1 chicken sandwich, 1 chicken burger, 2 chicken roll and 1 diet coke. ഇത്രയൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്ത് തെറ്റായി പോയോ ചേച്ചി? എന്റെ തെറ്റാ മോനെ. നീ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിട്ട് വരാം. ഓക്കെ? അപ്പോൾ സേവിയർ IPS വഴിയിൽ പാട്ടും പാടി തെണ്ടിത്തിരിഞ്ഞ് കിടന്ന വിനയെയും കൊച്ചിനെയും എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വിനയെ കൊണ്ട് ഒരു ചെറിയ ജോലി തീർക്കാറുണ്ട്. അത് വേറൊന്നുമല്ല, മുഖ്യമന്ത്രിയെ കൊല്ലുക. അതായത് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് പെരുമ്പാവൂർ ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നിട്ട് അവിടെ നിരന്ന് നിൽക്കുന്ന ബംഗാളികളെ വണ്ടി കയറ്റി വർക്ക്ഷൈറ്റിൽ കൊണ്ടുപോയി ദിവസക്കൂലിക്ക് പണിയെടുപ്പിക്കുന്ന പോലെയാണ് സേവിയർ IPS വഴി കണ്ട ഒരുത്തിനെ വിളിച്ചോണ്ട് വരുന്നത് മുഖ്യമന്ത്രിയെ കൊല്ലാൻ. പക്ഷെ ഒന്നുണ്ട്, സേവിയർ IPS വെൽ പ്ലാൻഡ് ആണ്. അതായത് മുഖ്യമന്ത്രിയെ കൊല്ലുക എന്നതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ റിസ്ക് പിടിച്ച ഒരു മിഷന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം സേവിയറിൻ്റെ കയ്യിലുണ്ട്. അത് തോക്കും ബോംബൊന്നുമല്ല, വഴിയിൽ നിന്ന് അപ്പം പിടിച്ചുകൊണ്ട് വന്ന് വിനയ്ക്ക് ഇടാൻ വേണ്ടി വിനയുടെ കറക്റ്റ് അളവിനുള്ള ഉടുപ്പും തയ്പ്പിച്ചുകൊണ്ടാണ് IPS വന്നത്. ഈ ഡ്രസ്സിൽ അവരുടെ അടുത്തെത്തിയാൽ സംശയത്തിനിടവരും. നിനക്ക് പാകമായ ഡ്രസ് ഞാൻ ഇതിൽ കരുതിയിട്ടുണ്ട്. എന്തായാലും സേവിയർ IPS തയ്പ്പിച്ച ഉടുപ്പ് വിനയ്ക്ക് കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ ഖുശ്ബു അവതരിപ്പിക്കുന്ന രേവതി മേനോൻ എന്ന കഥാപാത്രമാണ് വിനയ് കൊല്ലേണ്ട മുഖ്യമന്ത്രി. വിദേശത്ത് വിസിറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ആകപ്പാടെയുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മാനേജരും അവിടുത്തെ വാച്ച്മാനും മാത്രമാണ്. കണ്ടോ, ശരിക്കും ഇത്രയൊക്കെ സെക്യൂരിറ്റിയുടെ ആവശ്യമേ ഒരു മന്ത്രിക്ക് ഉള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ ചില മന്ത്രിമാരെ പോലെ ഛേ. അങ്ങനെ നമ്മുടെ സേവിയർ IPS വിനയ്ക്ക് ഒരു തോക്ക് കൊടുത്തിട്ട് പറയും, വളരെ രഹസ്യമായി ആരും അറിയാതെ, ഒരു ഈച്ചക്കുഞ്ഞ് പോലും അറിയാതെ പ്രസ് മീറ്റിനിടയ്ക്ക് വെടിവെച്ച് കൊല്ലണമെന്ന്. അപ്പോൾ നമ്മുടെ വിനയ് ചോദിക്കും, ഇനി അത് മിസ് ചെയ്യരുത്. സർ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? ഞാനൊരു അജ്ഞാതൻ. അതെ, അജ്ഞാതനാണ്. പക്ഷെ പേര് സേവിയർ IPS ഫ്രം കേരള പോലീസ്. സേവിയർ IPS എന്ന് വെച്ചാൽ ഇന്ത്യൻ പോലീസ് സർവീസ്. 5 മിനിറ്റ് മുമ്പ് പേരും പറഞ്ഞ് ജോലിയും പറഞ്ഞ് ID കാർഡ് വരെ പൊക്കി കാണിച്ചിട്ട് ഇപ്പൊ പറയുക അജ്ഞാതനാണെന്ന്. വല്ലാത്ത തരം വട്ട് തന്നെ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതെ, പൊട്ടന. അപ്പോൾ തോക്ക് കൈ കിട്ടുന്നതോടെ ബുദ്ധിമാനായ വിനയ് എന്ത് ചെയ്യും? ആരും കാണാതെ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി തോക്കും കൊണ്ട് ലൈലയുടെ അടുത്തോട്ട് ചെല്ലും.
പക്ഷെ ലൈല എത്ര തോക്ക് കണ്ടതാ. വായിക്കിടക്കുന്ന നാക്കുകൊണ്ട് ലൈല തോക്കിനെ നേരിടും. Anda tidak membuat apa-apa yang bodoh? Saya tidak takut mati. Jika Anda menembak saya, at least saya akan menembak peluru pun. Pergi lelaki. Anda melakukan kerja Anda. അണ്ടാ മേലെ കുക്കറോ? Hey, anak tidak mahu. Hanya kematian? കുശലം എംബ്രാന്താ വിശദി മനക്കറി എംബ്രാ ആന്തലലി ചുവ ഇത് ഏത് ഭാഷ? മച്ചലാടെ കൂടെ മാടത്തടാ അത് പറ, ഞാൻ പറയാ, ഇത് മലയാളം അല്ല. Wanita yang berdarah. Pergi manusia. Melakukan kerja Anda, masa akan. Nimda dozras tell me har tabush crack oikinim bomla mohinozuku. അന്നേരം വിനയ് ആലോചിക്കും, തോക്കിന് പകരം ഡിക്ഷണറിയും കൊണ്ട് വന്നാൽ മതിയായിരുന്നു. അതായത് വിനയ് പറയുന്നത് ലൈലയ്ക്കും മനസ്സിലാവുന്നില്ല, ലൈല പറയുന്നത് വിനയ്ക്കും മനസ്സിലാവുന്നില്ല. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താമെന്ന് പറഞ്ഞാൽ മറുഭാഷയിൽ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ലൈലയുടെ അടുത്തോട്ട് കൊച്ചിനെ പൊക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാക്ഷാൽ മമ്മൂക്കെ മനസ്സിൽ ധ്യാനിച്ച് സേവിയർ IPSന്റെ അടുത്ത് പോയി സെൻറ്റി അടിച്ച് വീഴ്ത്തുക. വിനയുടെ ഇമോഷണൽ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ കാണ്ടാമൃഗത്തിന്റെ പോലും കണ്ണു നനയും. സർ, ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം പ്ലീസ്. സർ, ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം പ്ലീസ്. എന്റെ പൊന്നുനായിട്ട് കരയിക്കണം. അങ്ങനെ കൊച്ചിന് എന്ത് പറ്റിയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് ഇമോഷണൽ ഡാമേജ് ആയിരിക്കുന്ന നേരത്താണ് വിനയ്ക്ക് ലൈലയുടെ അടുത്തുനിന്ന് ഒരു ഫോൺ വരുന്നത്. നിനക്കുള്ള കോള അറ്റൻഡ് ചെയ്യാം. അങ്കിൾ രക്ഷിക്കങ്കിൾ ഈ ആന്റി എന്നെ കൊല്ലാൻ പോകുന്നു. അങ്കിൾ രക്ഷിക്കങ്കിൾ പ്ലീസ് ഒന്ന് ഓടി വന്ന് രക്ഷിക്കങ്കിൾ പ്ലീസ്. മോനെ, അങ്കിൾ പേടിച്ചു പോയോ? ഈ ആന്റി എന്നെ ഒന്നും ചെയ്തില്ല. ആന്റി എന്നെ ആക്ടിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ട് വിടാ ഞാൻ. ഈ തലതെറിച്ച ചെക്കനെ എങ്ങനെയാലും രക്ഷിക്കാൻ നോക്കി ബാക്കിയുള്ളവന്റെ ഉയിര് പോയി കിടക്കുമ്പോഴാണ് അവന്റെ ഒടുക്കത്തെ ആക്ടിങ്. എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? കൊള്ളാം. നീ സമ്മതിക്കില്ലല്ലേടാ. ആക്ടിങ് ആണില്ലേ? ഒരു വശത്ത് മന്ത്രിയെ കൊല്ലാനുള്ള പേടി, മറുവശത്ത് സേവിയർ IPSന്റെ ഭീഷണി, പുറകുവശത്ത് അനന്തരം ചക്കനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ആകെ ടെൻഷനായി നിസ്സഹായനായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിനയ് തീരുമാനിക്കുന്നു ഒരു പബ്ബിൽ പോയി ഐറ്റം ഡാൻസ് കാണാമെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ P. ബാലചന്ദ്രന് ഒരു ഐറ്റം ഡാൻസ് പിടിക്കാൻ പൂതി. പക്ഷെ പടത്തിൽ അതിന് പറ്റിയ സിറ്റുവേഷൻ ഒന്നുമില്ല. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന നായകനെ നേരെ ഒരു പബ്ബിലോട്ട് കയറ്റിയിരുത്തി ഐറ്റം ഡാൻസ് അങ്ങ് വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കും. പക്ഷേ ഡയറക്ടർ ബാലേട്ടനായതുകൊണ്ട് ഐറ്റം ഡാൻസ് കളിക്കാൻ സമാനതയൊന്നും വന്നില്ല. പകരം കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറിനെ പിടിച്ച് ഐറ്റം ഡാൻസർ ആക്കി. కోక 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 కడిదే కొరగొరమండు చూస్తారు, పొట్టి పొట్టి గౌనే వస్తే పట్టి పట్టి చూస్తారు. కొక్క కాదు గౌను కాదు కట్టిల్లోన ఏముంది, కళ్ళిల్లోనే అందా ఉంది మేమగబొత్తి వామరబొత్తి. ఓ అందమా మామ, ఓ అందవా మామ. അപ്പോൾ ഐറ്റം ഡാൻസ് എല്ലാം കഴിയുമ്പോഴേക്കും വിനയ് പതുക്കെ അവിടെ നിന്ന് അങ്ങ് മുങ്ങും. സേവിയർ IPS വന്ന് നോക്കുമ്പം വിനയ് അവിടെ നിന്നും കാണുന്നില്ല. അന്നേരം സേവിയർ IPSന് ഒരു ഡൗട്ട്, ഇനി ഇവനെങ്ങാനും വല്ല കക്കൂസിനകത്തും കയറി ഒളിച്ചിരിക്കുവാണോ? ഇപ്പോൾ ഒരാൾ കക്കൂസിനകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ വാതിലിൽ മുട്ടും,
അല്ലെങ്കിൽ പുറത്തിറങ്ങി വരാൻ പറയും. അതും അല്ലെങ്കിൽ കക്കൂസിൻ്റെ വാതിൽ പൊളിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷേ സേവിയർ സാധാരണക്കാരനല്ലല്ലോ, ഒരു IPS ഓഫീസർ അല്ലേ. IPS ഓഫീസർ ആകുമ്പം ബുദ്ധി ഇച്ചിരി കൂടും. അതുകൊണ്ട് സേവിയർ IPS എന്ത് ചെയ്യും? കുനിഞ്ഞിരുന്ന് കക്കൂസിനകത്തോട്ട് തലകുത്തി കയറ്റും. അധിക സമയം ഇവിടെ ഇരിക്കണ്ട. നീ ഭയപ്പെടണ്ട. എന്നോട് സഹകരിച്ചാൽ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടല്ലോ? ആ, ഞാൻ പുറത്തുണ്ടാവും. പെട്ടെന്ന് വരണം. ഹാളിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ വിനയ് അവിടുന്ന് മുങ്ങി നേരെ മിനിസ്റ്റർ രേവതി മേനോന്റെ മുറി ചെന്നിട്ട് പറയും, മാഡം ഇന്ന് പ്രസ് മീറ്റിന് പോകരുത്, പോയാൽ മാഡത്തിനെ കൊല്ലാൻ പ്ലാനുണ്ട്, മിനിസ്റ്ററുടെ ഹസ്ബൻഡ് തന്നെയാണ് മിനിസ്റ്ററിനെ കൊല്ലാൻ നോക്കുന്നത്. ഇതൊക്കെ വിനയ്ക്ക് എങ്ങനെ മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട. അപ്പം മിനിസ്റ്റർ രേവതി ഹസ്ബൻഡിനോട് പറയുന്നു, എനിക്കിന്ന് ഭയങ്കര തലവേദന, അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല, പകരം ചേട്ടൻ പോയി പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ. അന്നേരം ഹസ്ബൻഡ് പറയും, അമ്പടി പുളുസോ, എന്നിട്ട് വേണം അവൻ എന്നെ വെടിവെച്ച് കൊല്ലാൻ, നീയല്ലേ മിനിസ്റ്റർ, നീ തന്നെ പോയി അറ്റൻഡ് ചെയ്താൽ മതിയെന്ന്. എനിക്ക് തീരെ വയ്യ രാജശേഖർ, പ്രോഗ്രാമിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വയ്യ. കാരണം രാജശേഖർ എന്തായാലും എത്തിയല്ലോ, എനിക്ക് പകരം ഫംഗ്ഷനിൽ രാജശേഖർ പങ്കെടുത്താൽ മതി. അതെങ്ങനെ രേവതി ശരിയാവുന്നേ? നിന്റെ സൗകര്യം നോക്കി വളരെ കഷ്ടപ്പെട്ട അവർ ഈ ഡേറ്റിൽ ഫംഗ്ഷൻ വെച്ചത് തന്നെ. ഇതേ സിറ്റുവേഷനും സീനും ഒക്കെ ഈ അടുത്ത് വന്ന വേറൊരു സിനിമയിലുണ്ട്, അത് ഞാൻ അവസാനം പറയാം. എന്തായാലും ക്ലൈമാക്സിൽ മിനിസ്റ്റർ രേവതി മേനോൻ പ്രസ് മീറ്റിന് പോവും. പക്ഷെ പേടിത്തൂറി വിനയ് അവരെ വെടിവെക്കത്തില്ല, പകരം സേവിയർ IPS തന്നെ മിനിസ്റ്ററെ വെടിവെക്കും. പ്രസംഗമാണ്. എന്നെ തനിച്ചായിട്ട് പോവരുത്. കോൾ ദ ആംബുലൻസ് പ്ലീസ്. നിനക്കൊന്നുമില്ല രേവതി, നീ കണ്ണു തുറക്ക്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്, മിനിസ്റ്റർ രേവതി മരിക്കുന്നില്ല. തലയ്ക്ക് വെടി കിട്ടിയിട്ടും രേവതി എന്താ മരിക്കാത്തതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? കാരണം രേവതിയുടെ തലയിൽ ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം വിനയുടെ റിവെഞ്ചാണ്. അതായത് തൻ്റെ എല്ലാമായ ജീവൻ്റെ ജീവനായ പെങ്ങടെ കുരിപ്പിനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി അടിച്ചും ഇടിച്ചും തന്നെ കൊണ്ട് മുഖ്യമന്ത്രിയെ കൊല്ലിച്ച് തന്നെ ഒരു കൊലപാതകയാക്കാൻ നോക്കിയ സേവിയർ IPSനെ വിനയ്ക്ക് കൊല്ലണം. അതായത് അത്രയും നേരം നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോയ ചെറുപ്പക്കാരനിൽ നിന്നും വീരപരിവേഷമുള്ള നായകനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ്. അന്നേരം ആസിഫ് അലി വന്നിട്ട് ഡയറക്ടർ ബാലേട്ടനോട് പറഞ്ഞു, അതെ ഈ പടം നമുക്ക് ഈ ദേവാസുരമൊക്കെ പോലെ ഒരു ക്ലാസിക് ആക്കണം. അപ്പോൾ ഈ പടത്തിൻ്റെ ക്ലൈമാക്സിലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ദേവാസുരത്തിൻ്റെ ക്ലൈമാക്സിലെ ട്രാൻസ്ഫോർമേഷൻ പോലെ എപ്പിക്കായിട്ട് എടുക്കണം. അങ്ങനെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മാസ്മരിക പ്രകടനമാണ് ആസിഫ് അലിയുടേത്. എന്താടാ നീ എന്നോട് പറഞ്ഞത്? എന്നെ നീ കൊലയാളിയാക്കുന്നോ? അതേടാ, നിന്നെ കൊന്നു തന്നെ തുടങ്ങാം. ഒരു സിനിമ റിലീസാകുമ്പോൾ ഡയറക്ടറൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ തിയേറ്ററിൽ പോയി കാണുമല്ലോ. അങ്ങനെ ഈ കൗബോയ് റിലീസായപ്പം ബാലേട്ടനും അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെ തിയേറ്ററിൽ ചെന്നപ്പോൾ അവരെ കൂടാതെ ആകെ തിയേറ്ററിലുണ്ടായിരുന്ന 3 പേരാണ്. അവരെയും ഇൻ്റർവെൽ ആയപ്പോൾ തൊട്ട് കാണാനില്ല. അപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടും ഈ പുറത്തുപോയ 3 പേരെ തിരിച്ചകത്തോട്ട് കാണാത്തതുകൊണ്ട് ബാലേട്ടനും അസിസ്റ്റന്റ് ഡയറക്ടറും ടെൻഷനായി. അവൻ വരുന്നുണ്ടോ സുരേട്ടാ? ഇല്ല, കാണുന്നില്ല. ചിലപ്പോ അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇവിടെ എല്ലാ ഫ്ലോറും ഒരുപോലെ, എവിടെ നോക്കിയാലും ടോയ്ലറ്റാ. ഇനി അവൻ മാറി വല്ലെടുത്ത് കയറിയിട്ടുണ്ടാവൂ. അങ്ങനെ ഉണ്ടാവില്ല, കുറച്ചു നേരം കൂടി നോക്കാം.
കണ്ടില്ലെങ്കിൽ ഞാൻ പോയി മറ്റു ടോയ്ലറ്റുകൾ പരിശോധിക്കാം. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 1.5 മണിക്കൂറോടെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഭേദം തിയേറ്ററിന്റെ ഗേറ്റ് തുറക്കുന്നത് വരെ കക്കൂസിനകത്ത് തന്നെ ഇരിക്കുന്നതാണെന്ന് അവരും അങ്ങ് വിചാരിച്ചു കാണും. ഈ പടത്തിൽ അഭിനയിക്കാത്തത് കൊണ്ടാണ് പി ബാലചന്ദ്രന് ദിലീപിനോട് ദേഷ്യമെങ്കിൽ അതിന് ദിലീപിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തലയ്ക്ക് ബോധമുള്ള ആരും ഈ സിനിമ എടുത്ത് പെടലേക്ക് വെക്കത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അതെന്ത് വർത്താനാ താൻ പറയുന്നത്? അതിനർത്ഥം ആസിഫ് അലിക്ക് ബോധമില്ലെന്നാണോ എന്ന്. ആസിഫ് അലിക്ക് ബോധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് മാത്രം. പക്ഷേ ഒന്നാലോചിച്ചാൽ കാലം തെറ്റിയിറങ്ങിയ സിനിമയാണ് കൗബോയ്. ഈ സിനിമ ഇപ്പോഴാണ് റിലീസാവുന്നതെങ്കിൽ 100 കോടി ഉറപ്പാണ്. കാരണം ഇതേ കഥ എടുത്തു വെച്ച് അതിൽ ടൈം ലൂപ്പ് എന്ന എലമെന്റും കൂടെ ചേർത്ത് 100 കോടി നേടി ഹിറ്റായ ഒരു സിനിമയുണ്ട്. മാനാടിലെ ടൈം ലൂപ്പ് എന്ന എലമെന്റ് മാറ്റി നിർത്തിയാൽ ബാക്കി കഥ കൗബോയുടേത് തന്നെയാണ്. അതായത് CM-നെ കൊല്ലാൻ വേണ്ടി IPS ഓഫീസർ വഴി കണ്ട ഒരുത്തനെ വിളിച്ചുകൊണ്ട് വരുന്നു. അവൻ അത് പൊളിക്കാൻ നോക്കുന്നു. ഹൈവേ പോലീസിന്റെ കഥ അടിച്ചു മാറ്റി വിക്രമാക്കി ഹിറ്റ് അടിച്ചു. കൗബോയുടെ കഥ അടിച്ചു മാറ്റി മാനാടാക്കി ഹിറ്റ് അടിച്ചു. പണി അറിയാവുന്നവൻ കോടികൾ വാരിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ സിനിമക്കാര് റിവ്യൂവേഴ്സിന്റെ നെഞ്ചത്തോട്ട് കയറും. ഒരു റിവ്യൂ ചെയ്യുന്ന ആൾക്ക് സിനിമയുടെ ഏറ്റവും വശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭീഷ്മപർവയുടെ അർത്ഥം പറയൂ അശോക്. ഭീഷ്മപർവയുടെ അർത്ഥം താങ്കൾ പറയൂ. എന്തായാലും കൗബോയ് ഇറങ്ങിയ സമയത്ത് ഈ പറയുന്ന പോലെ റിവ്യൂ ബോംബിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കൗബോയ് പൊട്ടി. അപ്പോൾ പൊട്ടാനുള്ളത് എങ്ങനെയായാലും പൊട്ടും. അതിന് റിവ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നല്ല സിനിമയ്ക്ക് ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞെന്ന് വെച്ച് ആ പടം പൊട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സിനിമാക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങാടി തോറ്റതിന് യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്ത് കയറാതെ ആ സമയത്ത് ശക്തമായ എന്റർടൈനിങ് ആയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഔട്ട്സ്പോക്കൺ എന്ന ഈ ചാനൽ 1,100,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.